friends, welcome back to my channel. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നു ഒരു ടീനേജർ സ്കിൻ കെയർ റൂട്ടീൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. കുറേ ടീനേജേഴ്സിന് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അധികം സംസാരിച്ച സമയം കളയണം, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ക്ലെൻസിങ്. അപ്പോൾ ടീനേജർ സ്കിൻ കെയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ക്ലെൻസിങ്. അപ്പോൾ ക്ലെൻസിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടും പിന്നെ എക്സസ് ഓയിലൊക്കെ റിമൂവ് ചെയ്ത് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലെൻസിങ്ങിന് നമ്മൾ ഫേസ് വാഷ്, മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് വെച്ചിട്ട് നമ്മുടെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യാം. അപ്പോൾ മോർണിംഗിലും നൈറ്റിലും ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ കൂടുതൽ പ്രാവശ്യം ഫേസ് വാഷ് ചെയ്യാതിരിക്കുക കേട്ടോ, ഫേസ് വാഷ് വെച്ചിട്ട്. അപ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അതിന് പകരം ഒരു മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷ് വെച്ച് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടോണിംഗ് ആണ്. അപ്പോൾ ടോണർ എന്തിനാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ക്ലെൻസ് ചെയ്ത ശേഷം നമ്മുടെ pH ലെവൽ കുറവായിട്ടാവും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല, പോസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനായിട്ട് ടോണർ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ടീനേജേഴ്സിനൊക്കെ കുറച്ചുകൂടി നല്ലത് റോസ് വാട്ടർ അല്ലേ, സാധാരണ റോസ് വാട്ടർ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ടോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ലത്. അപ്പോൾ റോസ് വാട്ടർ നല്ലൊരു ടോണറാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസിങ് ആണ്. ഇപ്പം നിങ്ങളുടെ ഏത് സ്കിന്നായിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ, ഡ്രൈ ആയിക്കോട്ടെ, കോമ്പിനേഷൻ സ്കിൻ ആയിക്കോട്ടെ, ഏത് സ്കിൻ ടൈപ്പ് ആയാലും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക മോയ്സ്ചറൈസർ. അപ്പോൾ നമ്മൾ ക്ലെൻസിങ്ങും ടോണിങ്ങും ഒക്കെ കഴിഞ്ഞ് ഫേസ് ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഫേസിൽ ചുളിവുകൾ വരാതിരിക്കാനും മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മളെ സ്കിന്ന് നല്ലവണ്ണം ഹെൽത്തി ആയിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കും. ഇപ്പോൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധാരണ അലോവേര ജെല്ലിൽ, ഇപ്പോൾ നാച്ചുറൽ ആയാലും നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലായാലും അത് യൂസ് ചെയ്യുക. അപ്പോൾ അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ടെങ്കിലും ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ആക്കി വയ്ക്കുക. അപ്പോൾ മോയ്സ്ചറൈസർ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. അപ്പോൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ. നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ടീനേജേഴ്സ് ആയാലും ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ, സൺസ്ക്രീൻ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷനാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സൺറൈസിൽ നിന്ന് അഥവാ UV റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് നല്ല ടാൻ ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ ഡയറക്റ്റ് വെയിലടിക്കുമ്പോഴാണ് നമ്മുടെ ഫേസിൽ ടാൻ ഉണ്ടാവുന്നത്, സൺ ടാൻ ഉണ്ടാവുന്നത്. അത് മാത്രമല്ല, നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഏജിങ് ആവും. അപ്പോൾ നമുക്ക് ഇപ്പോഴല്ല അതൊക്കെ അറിയാം, ഒരു 13+ ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് വരുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോഴേ യൂസ് ചെയ്താൽ നമുക്ക് ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കും. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും സൺസ്ക്രീൻ തേക്കാതെ നമ്മൾ ഡയറക്റ്റായിട്ട് വെയിൽ കൊള്ളാനായിട്ട് പാടില്ല. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ് ബാമാണ്. അപ്പോൾ ലിപ് ബാമിനെ പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ലിപ്സ്റ്റിക്കിനായിട്ടും കൂടുതൽ ആൾക്കാരും ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലിപ് ബാം നമ്മുടെ ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും വല്ല ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും വേണ്ടിയിട്ടാണ് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുന്നത്. ലിപ് ബാം മസ്റ്റായിട്ട് യൂസ് ചെയ്യും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടീനേജേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.